വാർത്തയാണ്. കൊല്ലത്തെ തീരങ്ങളിൽ അടിഞ്ഞ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കുന്നത് തുടരും. കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടെ തീപിടുത്തമുണ്ടായിരുന്നു. ഇതോടെ കണ്ടെയ്നർ തീരത്തിട്ട് മുറിക്കാതെ നീക്കം ചെയ്യാം എന്ന തീരുമാനത്തിലാണ് അധികൃതർ. ദിവസത്തെ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് കണ്ടെയ്നറുകൾ മുറിച്ച് റോഡ് മാർഗം നീക്കം ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നർ മുറിക്കുന്നതിനിടെ തീ ആളിപ്പടർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇതോടെ തീരദേശത്തെ ജനങ്ങളും ആശങ്കയിലായി. നിലവിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റാതെ നീക്കം ചെയ്യാമെന്ന തീരുമാനത്തിലാണ് അധികൃതർ. ശക്തികുളങ്ങരയിലെ അടക്കം കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റിയ ശേഷമാണ് നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനായി തീരദേശ റോഡിന്റെ വശത്തുള്ള ഷീറ്റുകളടക്കം പൊളിച്ചു മാറ്റിയിരുന്നു. കസ്റ്റംസിന്റെ അനുമതിയോടെയാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത്. കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ ഇതിനായി സമയം ആവശ്യപ്പെട്ടിരുന്നു. കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തു വന്ന പദാർത്ഥങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF സംഘവും തീരങ്ങളിൽ സജീവം. കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകളിൽ രാസപദാർത്ഥങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ദിവസങ്ങൾക്കകം തന്നെ തീരത്തടിഞ്ഞ മുഴുവൻ കണ്ടെയ്നറുകളും സുരക്ഷിതമായി നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം. ജനം, കൊല്ലം.